കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള മഴയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ടതാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലെ പീരുമേട് അട്ടപ്പള്ളം എന്ന ഭാഗത്ത് വനമേഖലയിൽ ഒരു ഉരുൾപൊട്ടിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. ആൾതാമസം അധികം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് വലിയ അപകടം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കോഴിക്കോട് താലൂക്കിലെ മടവൂർ വില്ലേജിൽ പുല്ലാളൂരിൽ ഇടിമിന്നലേറ്റൊരു സ്ത്രീ മരിക്കുന്ന സ്ഥിതിയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവമായി കാണേണ്ടത് മഴയേക്കാൾ വളരെ കടുപ്പത്തിലുള്ള ഇടിയും മിന്നലുമാണ്. ഇടിയും മിന്നലും വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണെന്നുള്ളതുകൊണ്ട് നമ്മുടെ സായാഹ്നങ്ങളിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കൽ. ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തിരിക്കുന്നൊരു സ്ത്രീയാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. ഇടിമിന്നലിന് വേറെ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും പരമാവധി ഇടിമിന്നലുള്ള സ്ഥലത്ത് പുറത്തിറങ്ങാത്ത വിധം സൂക്ഷിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനം. 2 ന്യൂനമർദ്ദ പാത്തികൾ, സൈക്ലോൺ സർക്കുലേഷൻ 2 ന്യൂനമർദ്ദ പാത്തികൾ ഇപ്പോൾ രൂപപ്പെട്ടതായി കാണുന്നുണ്ട്. അതൊരു ന്യൂനമർദ്ദമായിട്ട് രൂപപ്പെട്ടേക്കാമോ എന്ന സംശയവും കാലാവസ്ഥ പരിശോധന സമിതിക്കുണ്ട്. ഒന്ന് കേരളത്തിൻ്റെ തീരത്തും മറ്റൊന്ന് ബംഗാൾ ഉൾക്കടലുമാണ്. ഈ 2 ന്യൂനമർദ്ദ പാത്തി അനുസരിച്ചാണ് നമ്മുടെ വരും ദിവസങ്ങളിലെ നടപടിക്രമങ്ങൾ പോവുക. എന്തായാലും 24-ാം തീയതി വരെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നൊരു പ്രശ്നം.